ദെൻ നമ്മൾ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, ദെൻ നാൻഡ്, നോർ. ഇനി അടുത്ത രണ്ട് ഗേറ്റ്സ് ആണ് എക്സോർ ഗേറ്റ് അല്ലെങ്കിൽ എക്സ്നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ സിമ്പിൾ എന്ന് പറയുന്നത് എക്സോറിൻ്റെത് ഇതുപോലെ നമ്മൾ കറസ്പോണ്ടിങ് എന്താണ് ഈ രീതിക്ക് വരുന്നതാണ് എക്സോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓർ ഗേറ്റിന് മുന്നേ ഒരു ഈ രീതിയിൽ വരയ്ക്കുക, അതാണ് എക്സോർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സോർ ഗേറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഓർ എന്ന് പറയുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് എക്സോറിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്. പ്ലസ് അതൊരു റൗണ്ടിനകത്ത് ഇടുന്നതാണ് എക്സോർ നൊട്ടേഷൻ. അവിടെയും രണ്ട് ഇൻപുട്സ് ആണ് എക്സും വൈയും. സോ എക്സ് ഓർ വൈ എന്ന എക്സ് ഓർ വൈ എന്നാണ് ഇത് വായിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ എക്സ് വൈ ഡാഷ് പ്ലസ് എക്സ് ഡാഷ് വൈ. അതാണ് ഈ എക്സ് ഓർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫംഗ്ഷൻ എക്സ് വൈ ഡാഷ് പ്ലസ് എക്സ് ഡാഷ് വൈ. എന്താണ് അതിൻ്റെ മീനിങ്? എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കൂടെ വൈയുടെ കോംപ്ലിമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് എക്സിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ വൈ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ടേബിൾ എടുക്കുമ്പോൾ 0 0 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആണ്. വൈ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ വൈ 0 ആണ്. അപ്പോൾ കോംപ്ലിമെൻറ്റ് 1, 0 × 1 പ്ലസ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് 0 ആയതുകൊണ്ട് എക്സ് ഡാഷ് 1 ആണ്. വൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 × 1 പ്ലസ് 1 × 0 എന്തായിരിക്കും? 0 പ്ലസ് 0 എന്തായിരിക്കും ആൻസർ വരിക? 0. സോ ഫങ്ഷൻ 0. അടുത്ത കേസ് എന്ന് പറയുന്നത് രണ്ടാമത്തത് 0 1 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1. സോ വൈ ഡാഷ് എന്ന് പറയുന്നത് 0 പ്ലസ് അടുത്ത കേസ് എന്ന് പറയുന്നത് എക്സ് ഡാഷ്. എക്സ് 0 ആണ്. എക്സ് ഡാഷ് എന്തായിരിക്കും? 1 ഇൻറ്റു വൈയുടെ വാല്യൂ 1. അപ്പോൾ 0 പ്ലസ് 1 ഇസ് 1. അതാണ് രണ്ടാമത്തെ റോ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ റോ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ റോയിലെന്ന് പറയുന്നത് 1 0 ആണ്. അപ്പോൾ എക്സ് 1 ആണ്, വൈ 0 ആയതുകൊണ്ട് വൈ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് കോംപ്ലിമെൻ്റ് 0, വൈ എന്ന് പറയുന്നത് 0. സോ എഗെയിൻ 1 തന്നെയായിരിക്കും ആൻസർ. സോ 1 0 ആകുമ്പോഴും 1 ആണ് ആൻസർ. അടുത്ത കേസ് എന്ന് പറയുന്നത് 1 1 കേസാണ്. അപ്പോൾ എക്സ് 1 ആണ്, വൈ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത എക്സ് കോംപ്ലിമെൻ്റ് 0 ആവും, വൈ എന്ന് പറയുന്നത് 1. ദാറ്റ്സ് അഗെയിൻ 0. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് ഓർ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് എക്സ് നോർ എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ബബിളിംഗ് സ്റ്റേറ്റ് ഒരു കണ്ടീഷനും കൂടിയേ വരത്തുള്ളൂ. ഇതിൽ ഒരു ബബിളും കൂടി ഇടുമ്പോഴത്തേക്ക് എന്തായി? എക്സ് നോറായി. അവിടെ നടക്കുന്ന ഫങ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേഷൻ്റെ നോർ ഫങ്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കുത്ത് അത് ഒരു റൗണ്ടിലിടുക. എന്നിട്ട് എക്സ് ഇത് വായിക്കുന്നത് എക്സ് നോർ വൈ എന്നാണ്. അവിടെ നടക്കുന്ന ഫങ്ഷൻ എക്സ് വൈ പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റ് വൈ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് കേസ് നോക്കുന്നു, 0 0ൻ്റെ കേസ് നോക്കുമ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് 0 × 0 പ്ലസ് എക്സ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആയി, വൈ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആയി. സോ ആൻസർ ഈസ് 1. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 0 1ൻ്റെ കേസാണ്. എക്സ് 0 ആണ്, വൈ 1 ആണ് പ്ലസ് എക്സ് ഡാഷ് 1 ആണ്, എന്നാൽ വൈ ഡാഷ് 0 ആണ്. സോ ആൻസർ 0. ഓക്കെ, രണ്ടാമത്തെ കേസ് 0 1ൻ്റെ കേസ് വന്നപ്പോൾ 0 വന്നു. അപ്പോൾ എന്തായിരിക്കും? 1 0ൻ്റെ കേസിലും അത് തന്നെയായിരിക്കും. ദെൻ 1 1ൻ്റെ കേസ്, ലാസ്റ്റ് കേസ് 1 1, എക്സ് 1 വൈ 1 പ്ലസ് 0 × 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അതാണ് എക്സ് നോർ. അപ്പോൾ നമുക്കുള്ള ഗേറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് എന്ന് പറയുന്നൊരു ഗേറ്റ് ഉണ്ട്, ദെൻ ഓർ ഉണ്ട്, നോട്ട്, ദെൻ ബഫർ, ദെൻ നാൻഡ് ഗേറ്റ്, ദെൻ നോർ ഗേറ്റ്, ദെൻ എക്സോർ ഗേറ്റ്, ദെൻ എക്സ് നോർ ഗേറ്റ്. ഓക്കെ, എക്സിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് എന്നാണ് എക്സിൻ്റെ ഫുൾ ഫോം. എക്സ്ക്ലൂസീവ് ഓർ ഇക്വലൻസ് എന്നാണ്. എക്സ് നോറിൻ്റെ വേറൊരു പേര് എക്സ്ക്ലൂസീവ് നോർ അല്ലെങ്കിൽ ഇക്വലൻസ് എന്നാണ്. എക്സ് ഓറിൻ്റെത് എക്സ്ക്ലൂസീവ് ഓർ എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ഒരു ടേബിൾ 1 വേരിയബിളിൻ്റെ 2 വേരിയബിളിൻ്റെ 3 വേരിയബിളിൻ്റെ 4 വേരിയബിളിൻ്റെ ടേബിൾ നമ്മൾ പഠിച്ചു. അതേപോലെ നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഗേറ്റുകൾ. ഏതൊക്കെ ഗേറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഗ്രാഫിക്കൽ സിമ്പൽ എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കണം, ഇത് ഓരോ ഗേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ നടക്കുന്നത് ഇൻഡു ഫങ്ഷനാണ്. അപ്പോൾ ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വരയ്ക്കേണ്ടുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുക, ഇതേമാതിരിയാണ് ആൻഡ് ഗേറ്റ്. ഡി, അതിന് 2 ഇൻപുട്ട്സ് എക്സും വൈയും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എഫ് ആണെങ്കിൽ അവിടെ എന്താണ്, എക്സ് ഇൻറ്റു വൈ. ഇതാണ് അവിടെ നടക്കുന്ന ഫംഗ്ഷൻ. ഇത് നമുക്ക് പെട്ടെന്ന് പറയാം. ഇനി എക്സ് ഇൻറ്റു വൈ ആകുമ്പോൾ നമുക്ക് 2 കോമ്പിനേഷൻസ് വെച്ച് എഫ് എന്താണെന്ന് പറയാമല്ലോ. എക്സ് 0 ആവുന്ന സമയത്ത് 0 ആയിരിക്കും, 1 ആവുന്ന സമയത്ത് 0 ആയിരിക്കും, 10 ആവുന്ന സമയത്ത് 0 ആയിരിക്കും, 1 അതായത് മൾട്ടിപ്ലിക്കേഷൻ എപ്പോൾ മാത്രമേ കറക്റ്റ് ആവത്തുള്ളൂ, 1 കണ്ടീഷനിൽ മാത്രമേ നമുക്ക് 1 ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ബാക്കി എല്ലാ കണ്ടീഷനിലും എന്തായിരിക്കും, ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. രണ്ടാമത്തത് ഓർ ഗേറ്റ് എടുക്കുക. ഓർ ഗേറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ രീതിക്കാണ്. ഓർ ഗേറ്റ് വരയ്ക്കുക. 2 ഇൻപുട്ട്സ് എക്സ് വൈ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. നമുക്കിനി ആഡ് ചെയ്യുന്ന കേസ് അറിയാം. 0 + 0 ആണെങ്കിൽ 0, 0 + 1 ആണെങ്കിൽ 1, 1 + 0 ആണെങ്കിൽ 1, 1 + 1 ആണെങ്കിലും 1. ബൈനറിയിലാണ് 1 + 1 എന്ന് പറയുന്നത് 1 0 എന്ന് നമ്മൾ പഠിച്ചേക്കുന്നത്. ലോജിക്കലിൽ 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയായിരിക്കും. അത് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ മൊത്തം പഠിച്ചതാണത്. അപ്പോൾ എഫ് എക്സ് പ്ലസ് വൈയിൽ എഫ് ഒരു കണ്ടീഷനിൽ മാത്രമേ 0 ആവത്തുള്ളൂ, ബാക്കി കണ്ടീഷൻസിലെല്ലാം 1 ആയിരിക്കും. ആ കണ്ടീഷൻ ഏതാണ്, ഇത് രണ്ടും 0 ആവുന്ന കണ്ടീഷനിൽ എഫ് ഇസ് ഈക്വൽ ടു 0, ബാക്കി 3 കണ്ടീഷനിൽ എഫ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതാണ് ഓർ ഗേറ്റ്. ദെൻ നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരിയാണ് നമ്മൾ നോട്ട് ഗേറ്റ് വരയ്ക്കുന്നത്. ഇത് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എഫ് ഇസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതിന് 2 വാല്യൂസ്, 0 ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, 1 ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതാണ് കോംപ്ലിമെൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബബിൾ ഇല്ലാന്നേ ഉള്ളൂ, നോട്ട് അല്ലാന്നേ ഉള്ളൂ. എന്താണ്, എക്സ് കോംപ്ലിമെൻറ്റും അല്ല, 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 1. അതാണ് ബഫർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നാൻഡ് എന്ന് പറയുന്ന കേസ്റ്റ്. അത് നാൻഡ് അത് തിരിയത്തില്ല, കാരണം നാൻഡ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ആൻഡ് ഉണ്ട്, ദെൻ ഒരു എന്നും കിടപ്പുണ്ട്. ആ ആൻഡിനെ നോട്ട് ചെയ്യുക എന്നുള്ളതാണ് നാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാൻഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൻഡ് വരച്ചു, അതിലൊരു ബബിൾ ഇടുമ്പോൾ നാൻഡായി. 2 ഇൻപുട്ട് എക്സും വൈയും, ഔട്ട്പുട്ട് എഫ് ഇസ് ഈക്വൽ ടു ആൻഡിൻ്റെ നോട്ട്. ആൻഡിൻ്റെ നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് ഇൻറ്റു വൈ ആണ് ആൻഡ്, അതിൻ്റെ നോട്ട്. ഓക്കെ, അതാണ് നാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആൻഡ് കണ്ടീഷൻസിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും വരിക. ആൻഡിൽ നമ്മൾ ലാസ്റ്റ് 1 വരുമ്പോൾ മാത്രമേ 1 വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാൻഡിലാണെങ്കിലോ ആ ഒരു കേസിൽ മാത്രം 0 ആവും, ബാക്കി എല്ലാ കണ്ടീഷനിലും 1 ആയിരിക്കും. അതാണ് നാൻഡ് എന്ന് പറയുന്നത്. ദെൻ നോർ എന്ന് പറയുന്നത് നമ്മൾ ഓർ വരച്ചു, ഓറിൽ ഒരു ബബിളും കൂടി ഇടുമ്പോൾ എന്തായി, നോറായി. എക്സും വൈയും ആണ് ഇൻപുട്ട്സ് എങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എഫ് ഇസ് ഈക്വൽ ടു നോർ, ഓറിൻ്റെ നോട്ട്, എക്സ് പ്ലസ് വൈയുടെ കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ എക്സ് പ്ലസ് വൈയുടെ ഔട്ട്പുട്ട് 0 ആവുന്ന കേസ്, എക്സ് പ്ലസ് വൈയുടെ ഔട്ട്പുട്ട് 0 ആവുന്നത് 1 സമയത്ത്, 0 സമയത്ത് മാത്രം 0 ആവുന്നു, ബാക്കി എല്ലാ കണ്ടീഷനിലും 1 ആയിരിക്കും. ഇവിടെ തിരിച്ചു വരും, 0 കണ്ടീഷനിൽ 1 ആയിരിക്കും, ബാക്കി എല്ലാ കണ്ടീഷനിലും 0 ആയിരിക്കും. ഓക്കെ, അതാണ് എക്സ് നോർ. ദെൻ നോർ. ദെൻ എക്സോർ. എക്സോർ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സോർ എന്ന് പറയുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഓർ ഗേറ്റ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇത് വരയ്ക്കുക, എക്സ് വൈ. ദെൻ എക്സോർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എഫ് ഇസ് ഈക്വൽ ടു എക്സോർ വൈ. ഇതിൻ്റെ ബൂളിയൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, എക്സോർ വൈ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എക്സ് വൈ ഡാഷ് പ്ലസ് എക്സ് ഡാഷ് വൈ, അവിടെ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഈ എക്സ്
എക്സ് ഓർ വൈ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ പഠിക്കേണ്ടുന്നത് നമ്മുടെ ഔട്ട്പുട്ട് എല്ലാം നമ്മൾ ട്രൂത്ത് ടേബിൾ പഠിച്ചു. ആ ട്രൂത്ത് ടേബിളിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇപ്പോൾ ആൻഡിൻ്റെ കേസിൽ 2 ഇൻപുട്ട്സും ഹൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടൂ, ബാക്കി കണ്ടീഷൻ എല്ലാം 0. ഓറിൻ്റെ കേസിൽ 2ഉം 0 ആണെങ്കിൽ നമുക്ക് 0 ഔട്ട്പുട്ട് കിട്ടും, ബാക്കി എല്ലാ സമയത്തും 1 കിട്ടും. നോട്ടാണെങ്കിൽ കൊടുക്കുന്നതിൻ്റെ കോംപ്ലിമെൻറ്റ് കിട്ടും, ബഫർ ആണെങ്കിൽ കൊടുക്കുന്നത് അതേപോലെ കിട്ടും, നാൻഡ് ആണെങ്കിൽ കൊടുക്കുന്നതിൻ്റെ ആൻഡിൻ്റെ നോട്ട്. ഓക്കെ, അപ്പോൾ ആൻഡിൻ്റെ കോംപ്ലിമെൻറ്റ്, ആൻഡിന് നമുക്ക് എപ്പോൾ 1 ആയോ അവിടെയെല്ലാം 0 ആവും, 0 ആയിടത്തില്ല 1 ആവും. നോർ എന്ന് പറയുന്നത് നോറിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. എക്സോർ എന്ന് പറയുമ്പോൾ എക്സോർ വൈ, അവിടെ നടക്കുന്നത് എക്സ് വൈ കോംപ്ലിമെൻറ്റ് പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റ് വൈ, അതാണ് അവിടെ നടക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ അവിടെ 1 ആവുന്ന കണ്ടീഷൻസ് 2 ഇൻപുട്ട്സും വ്യത്യസ്തമാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, 2 ഇൻപുട്ട്സും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആ ടേബിളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. എക്സ് 0 വൈ 0 ആണെങ്കിൽ ഔട്ട്പുട്ടായ എഫ് 0, എക്സ് 1 വൈ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. എപ്പോഴാണ് ആ 2 കണ്ടീഷൻസും 1 ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് 0 വൈ 1 അല്ലെങ്കിൽ എക്സ് 1 വൈ 0, ആ 2 കണ്ടീഷനിലാണ് നമുക്ക് ഔട്ട്പുട്ട് 1 ആവുന്നത്. എക്സ് നോർ ആണെങ്കിൽ എക്സ് ഓറിൻ്റെ ഒരു ബബിളും കൂടി ഇട്ടാൽ മതി. അവിടെ എക്സ് വൈ പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റ് വൈ കോംപ്ലിമെൻ്റ് ആണ് വരുന്നത്. അവിടെ എപ്പോഴാണ് നമുക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് 1 ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ഉം സെയിം ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആയിരിക്കും, 2ഉം ഡിഫറെൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് 0 ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ആ ടേബിൾ പഠിച്ചതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ കറസ്പോണ്ടിങ് ഒരു ഈ ഒരു ഗേറ്റ്സിൻ്റെ ഫങ്ഷൻസും ഗേറ്റിൻ്റെ സിമ്പിൾസും ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളും പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഗേറ്റുകളും അതിൻ്റെ ടേബിൾസും അതുപോലെ അതിൻ്റെ ഗ്രാഫിക്കൽ സിമ്പിൾസും ഫങ്ഷൻസും ഒക്കെ പഠിച്ചു. ഈ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ തന്നാൽ അതിൻ്റെ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക. ഇപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡാഷ് സി. ഓക്കെ, എ പ്ലസ് ബി ഡാഷ് സി, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറയുന്നു. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ഫങ്ഷൻസ് നടക്കുന്നു എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചെയ്യണം. ഇതിനകത്ത് ആദ്യം ഒരു സിമ്പൽ, ഒരു പ്ലസ് സിമ്പൽ വന്നിട്ടുണ്ട്, അതായത് അവിടെ ഒരു ഓർ ഫങ്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത് ഒരു കോംപ്ലിമെൻറ്റ് കണ്ടു, അതായത് അവിടെ ഒരു നോട്ട് ഫങ്ഷൻ നടക്കുന്നുണ്ട് അല്ലേ, കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ. ദെൻ അവിടെ ഒരു ഇൻറ്റു ഓപ്പറേറ്റർ നടക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് പറയാം അതിനകത്ത് എന്തുണ്ട്, ആൻഡ്. അപ്പോൾ ഇതിനകത്ത് എത്ര ഗേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഗേറ്റ്സുകൾ. ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നമ്മൾ ആ ക്വസ്റ്റ്യനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണ്. എ പ്ലസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓർ ഫങ്ഷനാണ്, ഓർ ഗേറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓർ ഫങ്ഷൻ നടക്കുമ്പോൾ. അവിടെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു കോംപ്ലിമെൻറ്റ് കണ്ടു. കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ നോട്ട് ഫങ്ഷനാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നോട്ട് ഗേറ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അതിനെ ഒരു സിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, അപ്പോൾ അവിടെ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് എഫ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡാഷ് സി, നമുക്ക് തന്നിരിക്കുന്ന ഗേറ്റുകൾ വെച്ച്, നമ്മൾ പഠിച്ച ഗേറ്റുകൾ വെച്ച് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ബിയുടെയും സിയുടെയും കേസ് നോക്കാം. ബി എന്ന് പറയുന്ന ഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇൻപുട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, അതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോട്ട് ഗേറ്റ്. അപ്പോൾ ബി ഇതാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും അല്ലേ. ദെൻ ഇൻറ്റു ഈ ഒരു ഫംഗ്ഷൻ നടക്കണമെങ്കിൽ അവിടെ സി എന്ന് പറയുന്നതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മുടെ മൂന്നാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് സി ആണ്. അവിടെ ഇൻറ്റു ഫംഗ്ഷനാണ്, അതായത് ആൻഡ് ഫംഗ്ഷനാണ്. ആൻഡ് ഫംഗ്ഷൻ നമ്മളിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇത് സി ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ബി കോംപ്ലിമെൻറ്റും സിയുമാണ്. സോ ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു സി. ഇനി അത് നമുക്കൊരു ഓർ ഫംഗ്ഷനുണ്ട്. എ എന്ന് പറയുന്ന ഇൻപുട്ട് അത് രണ്ടും കൂടി നമ്മളൊരു ഓർ ഗേറ്റിൽ കൊടുക്കുന്നു. ആ 2 ഇൻപുട്ട്സും കൂടി ഓർ ഗേറ്റിൽ കൊടുക്കുന്നു. ഓർ ഗേറ്റിൽ കൊടുക്കുമ്പോൾ എ പ്ലസ് ബി ബാർ സി, എഫ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ബാർ സി. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ.
അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ ഗേറ്റ്സ് യൂസ് ചെയ്യുന്നു എന്ന് നോക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അപ്പോൾ എത്ര ലെങ്തി ആയിട്ടുള്ളതാണെങ്കിലും നമ്മളത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് എത്ര കോംപ്ലിമെൻ്റ് എടുക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. എഫ് ഇസ് ഈക്വൽ ടു എ ബാർ ബി സി പ്ലസ് എ സി. എ ബാർ ബി സി പ്ലസ് എ സി ഇതൊരു ഫംഗ്ഷനാണല്ലോ. ഈ ഫംഗ്ഷനെ നമുക്ക് ലോജിക് ഗേറ്റ് വെച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് കാണുമ്പോഴേ അവിടെ എന്ത് ഗേറ്റ് യൂസ് ചെയ്യണം, നമ്മൾ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യണം. ദെൻ എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി, അവിടെ എന്താണ് ഇൻറ്റു ആയതുകൊണ്ട് ഒരു ആൻഡ് ഗേറ്റ്. അത് വീണ്ടും എന്താണ് ഇൻറ്റു സി, അപ്പോൾ വീണ്ടും ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഒരു പ്ലസ്. പ്ലസ് എന്ന് പറയുമ്പോൾ ഓർ ഗേറ്റ്. ദെൻ നെക്സ്റ്റ് എ സി. എ സി എന്ന് പറയുന്നത് രണ്ട് ടേമിൻ്റെതാണ്. സോ രണ്ട് ടേം ആകുമ്പോൾ അവിടെ ഇൻറ്റു ഓപ്പറേഷനാണ്. ഇൻറ്റു എന്ന് പറയുമ്പോൾ ആൻഡ്. അപ്പോൾ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ നമുക്ക് 3 ആൻഡ് ഗേറ്റും ഒരു നോട്ട് ഗേറ്റും ഒരു ഓർ ഗേറ്റും വേണം. അപ്പോൾ ഇനി അതെങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എ എന്ന് പറയുന്ന ഇൻപുട്ട്, അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് വേണ്ടുന്നത്. സോ എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അത് നമ്മൾ ബി എന്ന് പറയുന്ന ഇൻപുട്ടിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കും. മൾട്ടിപ്ലൈ ചെയ്യാണ് ഇവിടെ കിട്ടുന്നത് എ കോംപ്ലിമെൻറ്റ് ബി. ഇത് വീണ്ടും സി എന്ന് പറയുന്ന വേറൊരെണ്ണം എടുത്ത് അത് ആൻഡ് ഗേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എ കോംപ്ലിമെൻറ്റ് ബി സി കിട്ടും. ഓക്കെ, ഇത് സി ആണ്. അടുത്തതെന്ന് പറയുന്നത് പ്ലസ് ആണ്, ഒരു ഓർ ഗേറ്റ് ആണ് നമുക്ക് വരേണ്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഓർ ഗേറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത്, ഓർ ഗേറ്റ്. അത് കഴിയുമ്പോൾ എ സി, എയും സിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. ഓൾറെഡി നമുക്കിവിടെ ഒരു എ ഉണ്ട് അല്ലേ, സോ ഇൻപുട്ട്. സോ അതിൽ നിന്ന് നമ്മൾ എ വരച്ചു. ദെൻ ഒരു സി ഉണ്ട്, സിയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുത്തു സി വരച്ചു. അതൊരു ആൻഡ് ഗേറ്റിലാണ് കൊടുത്തത്, ആൻഡിൽ കൊടുത്തു. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, എ സി. അതായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത് ഓർ ഗേറ്റ് കൊടുക്കും. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, എ ബാർ ബി സി പ്ലസ് എ സി. ഇങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് വരയ്ക്കുന്നത്. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഓൾറെഡി എയും ബിയും സിയും നമ്മൾ എടുത്തിട്ടുള്ളതാണെങ്കിൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ എടുക്കാം. കാരണം സെയിം എ, സെയിം ബി, സെയിം സി തന്നെയാണ്, വാല്യൂസ് സെയിം തന്നെയാണ്, ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എയിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്, സിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ, ഒരു ബൂലിയൻ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത്. നമ്മളിപ്പോൾ പഠിച്ച എല്ലാ ഗേറ്റ്സിനും മിനിമം 2 അല്ലെങ്കിൽ 1 ഇൻപുട്ട് വരുന്നതാണ്. ബാക്കി എല്ലാത്തിനും ഒരു ഔട്ട്പുട്ട് വരുന്നതാണ്. 2 അല്ലെങ്കിൽ 1 ഇൻപുട്ട്സും ഒരു ഔട്ട്പുട്ടും വരുന്നതാണ് നമ്മുടെ എല്ലാ ഗേറ്റുകളും എന്ന് പറയുന്നത്. സോ അതനുസരിച്ചാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗേറ്റിന് 2 ഇൻപുട്ട്സ് തന്നെയായിരിക്കണം നോക്കേണ്ടുന്നത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഇൻപുട്ട് ഗേറ്റ്സുകളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന എല്ലാ ഗേറ്റിനും 2 ഇൻപുട്ട്. നോട്ട് അല്ലെങ്കിൽ ബഫർ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ഇൻപുട്ട് വരുന്നുള്ളൂ. ബാക്കി ആൻഡ് എടുത്താലും ഓർ എടുത്താലും നാൻഡ് എടുത്താലും നോർ എടുത്താലും അതുപോലെ തന്നെ എക്സോർ എടുത്താലും എക്സ്നോർ എടുത്താലും ഏത് ഗേറ്റ്സ് എടുത്താലും നമുക്ക് 2 ഇൻപുട്ട്സും ഒരു ഔട്ട്പുട്ടുമാണ്. അപ്പോൾ ഏത് ഗേറ്റ് വെച്ചിട്ട് നമുക്കിത് പെർഫോം ചെയ്യാം. ഓക്കെ, ഇതാണ് ലോജിക് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് പറയും. ഇനി നമ്മുടെ നാൻഡ് നോർ. ഈ നാൻഡിനും നോറിനും നമുക്കൊരു പ്രത്യേകം പേരുണ്ട്. നമ്മളതിനെ വിളിക്കുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്.
നാൻഡ് നോർ എന്ന് പറയുന്നത് ഡിജിറ്റൽ സർക്യൂട്ടിൽ നാൻഡും നോറും അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്. എന്തുകൊണ്ട് അവയെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കുന്നു എന്നുള്ളത് പറയാം. അതിനു മുമ്പ് നമുക്ക് ആൻഡ്, ഓർ, നോട്ട് ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ബേസിക് ഗേറ്റ്സ് എന്നാണ്. ബേസിക് ഗേറ്റ്സ്. അപ്പോൾ ആൻഡ്, ഓർ, നോട്ടിനെ ബേസിക് ഗേറ്റ്സ് എന്നും നാൻഡ്, നോർ എന്നുള്ളതിനെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നും വിളിക്കുന്നു. ഈ ആൻഡ്, ഓർ, നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ഫങ്ഷൻസായ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഓർ ഫങ്ഷൻ നടത്തുന്നതാണ് ആൻഡ്, ഓർ, നോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടുന്ന ബേസിക് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യുന്ന ഗേറ്റുകളാണ് ആൻഡ്, ഓർ, നോട്ട്. അതുകൊണ്ട് അവയെ ബേസിക് ഗേറ്റ്സ് എന്ന് വിളിക്കും. അത് എന്തുകൊണ്ട് നാൻഡും നോറിനെയും നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാൻഡും നോറും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻഡ്, ഓർ, നോട്ട് ഇത് മൂന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നാൻഡ്, നോറ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ ചോദിക്കാം. നാൻഡും നോറും അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ്. എന്തുകൊണ്ട് അവയെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാൻഡും നോറും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബേസിക് ഗേറ്റ്സ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവയെ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നാൻഡ്, നോറ് അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ്, ആൻഡ്, ഓർ, നോട്ട് എന്നറിയപ്പെടുന്നത് ബേസിക് ഗേറ്റ്സ്. ബേസിക് ഗേറ്റ്സ് എന്നറിയപ്പെടാൻ കാരണം നമ്മുടെ ബേസിക് ഫംഗ്ഷനായ ഇൻറ്റു, പ്ലസ്, കോംപ്ലിമെൻ്റ് എല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് അവയെ ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് പിന്നെ ഇല്ല. നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ തന്നെ ഇൻറ്റു അല്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ അത് ചെയ്യുന്ന ഗേറ്റ്സിനെ നമ്മൾ ബേസിക് ഗേറ്റ്സ് എന്ന് പറയും. ദെൻ നാൻഡിനെയും നോറിനെയും നമ്മൾ അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ്. എന്തുകൊണ്ട് അവയെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻഡ്, ഓർ, നോട്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നോർ യൂസ് ചെയ്തുകൊണ്ടും ആൻഡ്, ഓർ, നോട്ട്, അതായത് നാൻഡും നോറും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബേസിക് ഗേറ്റ്സുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നാൻഡിനെയും നോറിനെയും നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഏതൊരു ഫങ്ഷൻ ബൂളിയൻ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ യൂണിവേഴ്സൽ ഗേറ്റ്സിൽ നിന്ന് എങ്ങനെ ബേസിക് ഗേറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഗേറ്റ്സുകളും യൂണിവേഴ്സൽ ഗേറ്റ്സുകളും. അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ സിമ്പല്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ടേബിൾ എന്താണ്, അതിൻ്റെ പേരെന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് ആ ടേബിൾ പഠിച്ചതുപോലെ ഇതും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച് വൃത്തിയാക്കി വെക്കണം. എന്നാലേ നമുക്ക് എവിടെ വേണമെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.